ധ്രുവിന്റെ പുതിയ വീഡിയോ വാട്സാപ്പ് മാഫിയയെ തുറന്നു കാണിക്കുന്നതാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് മനുഷ്യരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ്. BJP IT സെൽ നിയന്ത്രിക്കുന്ന വാട്സാപ്പ് മാഫിയയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയെ വീണ്ടെടുക്കാനാകൂ എന്ന വലിയ സന്ദേശം നൽകുന്ന വീഡിയോ ആണ്. ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ എനിക്ക് തരുന്നതിനൊപ്പം ധ്രുവിന്റെ വീഡിയോയ്ക്കും അവിടെ പോയും ചെയ്യാൻ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങളൊരു കമന്റ് ഇടണേ. നിങ്ങൾ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ ശരിക്കും ഒരു ത്രെട്ടായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ധ്രുവ് തുടങ്ങുന്നത് കുറച്ചു ദിവസം മുന്നേ ഉള്ള ഒരു വാർത്ത പറഞ്ഞുകൊണ്ടാണ്. കർണാടകയിൽ അരുൺ വാർണേക്കർ എന്നു പേരുള്ള ഒരു യുവാവ് മോദിയുടെ 3-ാം ഊഴത്തിന് വേണ്ടി പ്രത്യേകം പൂജ ചെയ്യുകയായിരുന്നു. അയാൾ തന്റെ രക്തം കാളിദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. പക്ഷെ അറിയാതെ അദ്ദേഹത്തിന്റെ വിരലുകൾ സ്വന്തം അറുത്തുപോയി. കാരണം അയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു ഭക്തനായിരുന്നു. ഇതിനു മുമ്പ് തന്റെ വീട്ടിനുള്ളിൽ മോദിക്ക് വേണ്ടി ഒരു അമ്പലവും അദ്ദേഹം പണി കഴിപ്പിച്ചിരുന്നു. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇയാൾ ഒറ്റയ്ക്കല്ല. ഈ സ്ത്രീകളെ ഒന്ന് നോക്കൂ. बीजेपी के टिकट पर तो कुत्ता भी खड़ा हो जाए हम जिता देंगे। ये सच है, अगर कुत्ता भी आएगा उसको भी जिताएंगे। ये तो फिर अंधविश्वास नहीं, भक्त हैं, अंधविश्वास नहीं है, हम भक्त हैं। अगर हमें 5,000 का सिलेंडर भी मिलेगा तो हम 5,000 का सिलेंडर लेंगे, 500 रुपए लीटर पेट्रोल ले लेंगे, बट मोदी सरकार अगेन 5000-ന്റെ സിലിണ്ടറും 500 രൂപയുടെ പെട്രോളും വാങ്ങാൻ അവർ തയ്യാറാണ്. മോദി സർക്കാരിന് വിലക്കയറ്റം തടയാൻ സാധിക്കില്ലെന്ന് ഇവർ സമ്മതിക്കുന്നു. എന്നാലും വോട്ട് മോദിക്ക് തന്നെ നൽകും. നരേന്ദ്രമോദിയുടെ ഒരു നേട്ടം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു BJP സപ്പോർട്ടറെ വെല്ലുവിളിക്കുകയാണ്. പക്ഷെ അയാൾക്ക് അത് പറയാനേ കഴിയുന്നില്ല. बीजेपी का कोई ऐसा काम बताइए अच्छा जो सब बीजेपी को वोट दे। ഈ BJP അനുയായിയുടെ കയ്യിൽ യാതൊരു ഉത്തരവുമില്ല. നരേന്ദ്രമോദിയോടുള്ള സ്നേഹം കാണിക്കാൻ അയാൾ 40-50 വരുന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ തന്റെ പാന്റ് പോലും ഊരി കാണിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. 40-50 लोगों के बीच में चैलेंज दे रहा हूँ, उसका कच्चा भी फटा हुआ है, ये चेक करा दे। ये आपका पैंट उतरवाने के चक्कर में वोट दोगे बीजेपी को? अगर मेरा दे दोगे ना, चलो उतार लो, शर्ट लगा लो, उतार दो मोदी जी के लिए। യൂട്യൂബ് റിപ്പോർട്ടറായ പ്രവീൺ ഗൗതം വിലക്കയറ്റത്തെ കുറിച്ച് ഒരു അമ്മാവനോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് വിലക്കയറ്റമൊന്നും അത്ര വലിയ പ്രശ്നമില്ല, പക്ഷെ അയാൾ 10 വർഷമായി ബനിയൻ ധരിക്കുന്നത് നിർത്തിയെന്നാണ്. महंगाई मेरे हिसाब से कोई ज्यादा नहीं हुई। अब मैं 10 साल से बनियान नहीं पहन रहा, ये देखो आप। പെട്രോളിന്റെ വിലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ജനങ്ങൾ മോട്ടോർ സൈക്കിളിന് പകരം സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് അയാൾ പറയുന്നത്. ചിലർ ബനിയൻ ധരിക്കുന്നത് നിർത്തി, ചിലരുടെ അടിവസ്ത്രം കീറിപ്പോയി. ജനത്തിനറിയാം ഇവിടെ ജനാധിപത്യം എത്ര അപകടത്തിലാണെന്ന്. എന്നാലും ചിലർ ഇപ്പോഴും തന്റെ വോട്ടുകൾ മാറ്റി ചെയ്യാൻ തയ്യാറല്ല. വോട്ട് ഇപ്പോഴും മോദിക്ക് തന്നെ നൽകും. ഈ മോദി അനുയായിക്ക് പറയാനുള്ള ഒന്ന് കേട്ടു നോക്കൂ. सरकार जैसा कहेगी वैसा मान लेंगे, अपने विवेक का इस्तेमाल नहीं करेंगे। तो पढ़ा लिखा होने का मतलब ये बिल्कुल भी नहीं कि हम अपने दिमाग का इस्तेमाल करना चाहिए। ചിലർ അവരുടെ തലച്ചോറ് ഉപയോഗിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് ചിരി വരുന്നുണ്ടാവും, നല്ല തമാശയാണല്ലോ. പക്ഷെ ഇതൊരു ഞെട്ടിക്കുന്ന വിഷയമാണ്. രാജ്യത്ത് ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകളെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരെ കളിയാക്കാറുണ്ടായിരുന്നു. അന്ധഭക്തർ എന്നൊക്കെയാണ് ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ചു കാലമായി ഞാൻ ഈ അന്ധഭക്തർ എന്ന വാക്ക് ഉപയോഗിക്കാതെയായിട്ട് കുറച്ചു കാലമായിട്ടുണ്ട്. ഇവർ നമ്മുടെ തന്നെ രാജ്യത്തെ ജനങ്ങളാണ്. അഥവാ നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് പണിയെടുക്കണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. സമൂഹത്തിൽ യാതൊരു വിധത്തിലുമുള്ള വിഭാഗീയത ഉണ്ടാകാനേ പാടില്ല. ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിലോ ബ്രാഹ്മിൺ ദലിതുകളുടെ ഇടയിലോ അന്ധഭക്തരുടെയും ലിബറലുകളുടെയും ഇടയിലോ വിഭാഗീയത പാടില്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് ഐക്യത്തോടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അവരെ കളിയാക്കിക്കൊണ്ട് അവർക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് അവർ മാനസികമായി അടിമകളായിരിക്കുന്നതെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഈ ബ്രെയിൻ വാഷിങ്ങിന് പിന്നിൽ ആരാണ് ഉത്തരവാദികളെന്ന് നിങ്ങൾക്കറിയാമോ? വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. അതെ, ഒരുപക്ഷെ ഗോദി മീഡിയയിലെ ജേർണലിസ്റ്റുകൾക്കും ഗോദി യൂട്യൂബേഴ്സിനും ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും ഞാൻ അവരുടെ ക്രെഡിറ്റ് മോഷ്ടിച്ചെടുക്കുകയാണെന്ന്. തീർച്ചയായിട്ടുമല്ല, അവർക്കും കുറച്ച് ക്രെഡിറ്റ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും വലിയ ഉത്തരവാദി. വാട്സാപ്പിൽ ഇവർ കളിക്കുന്ന കളികൾ വാസ്തവത്തിൽ വേറെ ലെവലിലാണ്. ഈ വീഡിയോ കണ്ടു നോക്കൂ. ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകും, ഉറപ്പാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് 999 വർഷത്തെ लीज करारनाणत्रे। वही मैं बता रही हूँ कि ये भी 99 साल की लीज पर ले पाए थे आप। अगर आप में इतनी कुब्बत थी तो पूरी आजादी लेते ना। उस टाइम क्यों आपने लीज पर ले ली? 99 साल की लीज पे? हाँ, ये जो आजादी हुई है ये 99 साल की लीज पर है। भारत कम्प्लीटली आजाद नहीं है। ഈ
കാണുന്ന BJPയുടെ യുവമോർച്ച നേതാവാണ്. അവർക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും വാട്സാപ്പിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. കഷ്ടം എന്താണെന്ന് വെച്ചാല് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആഴമുള്ള ഒരു വലിയ തുരങ്കമാണ്. ഇതിൽ പരക്കുന്ന സന്ദേശങ്ങൾ 100% നുണയാണെന്ന് മാത്രമല്ല, അതിനേക്കാൾ 10 മടങ്ങ് അപകടകാരിയുമാണിത്. ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി സംഘടിതമായ ഒരു മാഫിയാണ് അതിനെ പിന്നിൽ നിന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ വിശദമായി നോക്കാൻ പോകുന്നതിന് മുമ്പ് ഗോദി മീഡിയയെ അപേക്ഷിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് 10 മടങ്ങ് അപകടകാരിയാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വളരെ ലളിതമായൊരു കാരണമേ ഉള്ളൂ. ഗോദി മീഡിയ ജേർണലിസ്റ്റുകൾക്ക് പോലീസ് കേസിനെ പറ്റിയും FIRകളെ പറ്റിയും നിയമത്തെക്കുറിച്ചും ഒക്കെ ഭയമുണ്ടാകും. ന്യൂസ് 18ന്റെ വാർത്താ അവതാരകൻ അമൻ ചോപ്രയെ തന്നെ നിങ്ങൾ നോക്കൂ. അയാൾ ഒരു A-class വൃത്തികെട്ടവനാണ്. അയാളുടെ പേര് അമൻ എന്നാണ്, അതായത് ശാന്തി എന്നാണ് ആ പേരിന്റെ അർത്ഥം. പക്ഷെ അശാന്തി പരത്തുന്നതിന് അദ്ദേഹത്തിന് NBDSAയുടെ എത്ര നോട്ടീസ് കിട്ടിയിരിക്കുന്നു. അവസാനമായിട്ട് പിഴയും ചുമത്തിയിട്ടുണ്ട്. നമ്മുടെ മുകേഷ് അംബാനിയുടെ പേര് അയാൾ മണ്ണിൽ കലക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ അപേക്ഷിച്ച് ഇയാൾ പിന്നിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം FIRനെ പേടിച്ചിട്ട് മാത്രമാണ്. രാജസ്ഥാനിലെ ഒരു ക്ഷേത്രം ഇടിച്ചു നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അമൻ ചോപ്ര ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. തന്റെ വാർത്താ പരിപാടിയിൽ അന്ന് അമൻ ചോപ്ര പറഞ്ഞത് ജഹാംഗീർപുരിയിലെ മുസ്ലിം പള്ളിയുടെ ഗേറ്റിനെ ബുൾഡോസർ തകർത്തപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ അതിന് പ്രതികാരം ചെയ്തത് 1 ലക്ഷം ഒരു ക്ഷേത്രം തകർത്തിട്ടാണെന്നായിരുന്നു. ഈ വ്യാജ വാർത്ത രാജസ്ഥാനിലെ BJP നന്നായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ക്യുൻഡ് പോലുള്ള കുറെ മാധ്യമ സ്ഥാപനങ്ങൾ ഇതിനെ ഫാക്ട് ചെക്ക് ചെയ്യുകയും ഇത് വ്യാജ വാർത്തയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ ക്ഷേത്രം വളരെ മുന്നേ തകർത്തുപോയൊരു ക്ഷേത്രമായിരുന്നു. ആ സമയത്ത് മുനിസിപ്പാലിറ്റിയിൽ BJP അംഗങ്ങളും ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഈ വാർത്ത വെളിച്ചത്ത് വന്നപ്പോൾ BJP രാജസ്ഥാൻ ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അമൻ ചോപ്രയ്ക്കെതിരെ 3 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതും മതത്തിന്റെ പേരിൽ ജനങ്ങളെ ധ്രുവീകരണം നടത്തിയതിന്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയതിനൊക്കെ. മതത്തിന്റെ പേരിൽ ജനങ്ങളെ പ്രകോപിപ്പിച്ചതിന് രാജസ്ഥാനിലെ പോലീസ് അമൻ ചോപ്രയെ അറസ്റ്റ് ചെയ്യാൻ വന്നെങ്കിലും UPയിലെ പോലീസൊക്കെ ഇടപെട്ടതോടെ അമൻ ചോപ്ര വല്ലവിധനെയും തടിയും കൊണ്ട് കഴിച്ചിലാവുകയായിരുന്നു. അർണാബ് ഗോസ്വാമിയുടെ കഥ ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ 2 സന്യാസിമാരെയും അവരുടെ ഒരു സഹായിയെയും പിള്ളേര് പിടുത്തക്കാരാണെന്ന് ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ടം ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി. അതിന് കാരണം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരു വ്യാജ വാർത്തയായിരുന്നു. ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രചരിച്ച ഒരു അഭ്യൂഹം. ആൾക്കൂട്ട ആക്രമണ കേസിൽ പോലീസ് 101 പേർക്കെതിരെ കേസെടുത്തു. എന്നാൽ ഉടൻ തന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു നുണക്കഥ ഇങ്ങനെ ഒഴുകിപ്പരക്കാൻ തുടങ്ങി. സന്യാസിമാരെ മുസ്ലിങ്ങളാണ് മർദ്ദിച്ചതെന്നായിരുന്നു ആ വാട്സാപ്പ് സന്ദേശം. അന്ന് അറസ്റ്റ് ചെയ്ത 101 പേരിൽ ഒരാൾ പോലും മുസ്ലിം അല്ലെന്ന് അന്നത്തെ മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ നുണയെ റിപ്പോർട്ടിക് ചാനൽ അവതാരകൻ അർണാബ് ഗോസ്വാമി ഒരു നാണവുമില്ലാതെ തന്റെ ചാനലിൽ സംപ്രേഷണം ചെയ്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. Of the killing of 2 Hindu sadhus wearing saffron clothes easily identifiable, she insists this is not communal at all. Does it make any sense to you? ഇതിന്റെ അനന്തരഫലം എന്തായിരുന്നു? അർണാബിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഇതേ കഥ തന്നെയാണ് ന്യൂസ് 18ലെ മറ്റൊരു അവതാരകനായ അമീഷ് ദേവ്ഗണ്ണന്റെയും കഥ. സൂഫി സന്യാസി വരനായ ഖാജ മൊയ്തീനെതിരെ വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് ദേവ്ഗൺ ഉപയോഗിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു ക്ഷമാപണമൊക്കെ ട്വീറ്റ് ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഞാൻ അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അബദ്ധത്തിൽ തന്റെ വായിൽ നിന്ന് ഖാജ മൊയ്നുദ്ദീൻ എന്ന വാക്ക് വീഴുകയായിരുന്നു എന്നാണ് ക്ഷമാപണത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ ഇതിനെതിരെ ദേവ്ഗണ്ണെതിരെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അമീഷ് ദേവ്ഗൺ കുറ്റവിചാരണ നേരിടേണ്ടി വരുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഉദാഹരണമാണ് സുധീർ ചൗധരിയുടേത്. ഇയാൾ സി ന്യൂസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു നോൺസെൻസ് ഫ്ലോ ചാർട്ട് വാട്സാപ്പിൽ വൈറലായി. എങ്ങനെയാണ് പലതരം ജിഹാദുകൾ ഉണ്ടാകുന്നത് എന്നൊരു നുണ തിയറി ആയിരുന്നു വാട്സാപ്പിൽ വൈറലായ ഈ സാധനം. हार्ड जिहाद, सॉफ्ट जिहाद, कट्टर जिहाद वैचारिक जिहाद है, इकोनॉमिक जिहाद, आर्थिक जिहाद, हिस्ट्री जिहाद, मीडिया जिहाद. നാണവുമില്ലാതെ സുധീർ തന്റെ പരിപാടിയിൽ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ നുണ തന്റെ TV പ്രോഗ്രാമിൽ കാണിക്കാനുള്ള നാണമില്ലായ്മ കാണിച്ചു. പക്ഷേ ഈ ജിഹാദ് ചാർട്ടിന്റെ പേരിൽ സുധീർ ചൗധരിയുടെ പേരിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഗോദി മീഡിയയുടെ അവതാരകർ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനായി മുഴുവൻ സമയവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. സമൂഹത്തിൽ വെറുപ്പിന്റെ വിഷം പടർത്തുന്നു, രൂപയുടെ മൂല്യമിടിയുന്നതിന്റെ മെച്ചങ്ങൾ വിവരിക്കുന്നു, വിലക്കയറ്റത്തിൽ സർക്കാരിനെ പ്രതിരോധിക്കുന്നു. गिरने के अगर नुकसान है तो कुछ फायदे भी हैं. युवाओं को बेरोजगारी के लिए जिम्मेदार ठहराते हैं, आम जनता को मुफ्तखोर बताते हैं, किसानों को खालिस्तानी बताते हैं.
തൊഴിലില്ലായ്മയ്ക്ക് യുവാക്കളാണ് ഉത്തരവാദികൾ എന്ന് പറയുന്നു, പൊതുജനങ്ങളെ പിശുക്കന്മാർ എന്ന് വിളിച്ച് കളിയാക്കുന്നു, കർഷക സമരം നടത്തുന്നവരെ ഖലിസ്ഥാനികൾ എന്ന് ആക്ഷേപിക്കുന്നു. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തെത്താൻ ഇവർക്കൊന്നും പറ്റുന്നില്ല. ഫാക്ട് ചെക്കിന്റെയും FIRന്റെയും ഭയം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നതാണ് കാരണം. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഈ അപകടകരമായ മാഫിയ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ഒന്നിനെയും പേടിയില്ല. വാട്സാപ്പിൽ നിങ്ങൾക്ക് സന്ദേശം വരുന്നത് അറിയുന്ന ഒരാളിൽ നിന്ന് മാത്രമാണ്. നിങ്ങൾ അവരുടെ കള്ളം കണ്ടെത്തി സത്യം എന്താണെന്ന് അവരോട് മാത്രം പറയുന്നു. അയാൾ നിങ്ങളോട് പറയും, ഓ ആണോ, എനിക്ക് വേറൊരാൾ ഫോർവേഡ് ചെയ്താണെന്ന് പറയും. ഇനി ഒരു വാട്സാപ്പ് സന്ദേശം ലക്ഷക്കണക്കിന് തവണ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ആർക്കും അറിയില്ല ഈ സന്ദേശം ആരാണ് ആദ്യം ഫോർവേഡ് ചെയ്തതെന്നും ഇത് ആരുടെ മേൽ FIR ഇടും. സർക്കാർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് ട്രാക്ക് ചെയ്യാനൊക്കെ ഉള്ള വഴികളൊക്കെ ഉണ്ട്, നടപടി എടുക്കാനും പറ്റും. പക്ഷെ നടക്കുന്നില്ല. കർണാടകയിലെ കോൾ സെന്റർ ജീവനക്കാരായ അസമിനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളാണെന്ന് പറഞ്ഞ് 50 പേർ ചേർന്ന് തല്ലിക്കൊന്നു. വാട്സാപ്പിലെ തെറ്റായ ഒരു സന്ദേശമാണ് അസമിന്റെ ജീവനെടുത്തത്. ഇത് തന്നെയാണ് പാൽഗറിലും ഉണ്ടായത്. അവിടെ ആൾക്കൂട്ടത്തിലെ 25 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും സന്ദേശത്തിന്റെ ആദ്യ ഉറവിടം കണ്ടെത്തുകയും ചെയ്തു. ആ ഗ്രൂപ്പിന്റെ അഡ്മിനെയും അറസ്റ്റ് ചെയ്തു. സർക്കാർ ആഗ്രഹിക്കുകയാണെങ്കിൽ വിചാരിക്കുകയാണെങ്കിൽ നുണയുടെ ഫാക്ടറി എപ്പോ വേണമെങ്കിലും നിശബ്ദനാക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ചെറിയൊരു തീപ്പൊരി പാറുകയാണെങ്കിൽ മഴ അതിനെ ശമിപ്പിക്കും. മഴ തന്നെ തീ പിടിപ്പിക്കുകയാണെങ്കിൽ അതിനെ ആരാണ് കെടുത്താനുണ്ടാവുക? ഈ വാട്സാപ്പ് മാഫിയ സംഘത്തിൽ നയിക്കുന്നത് BJPയുടെ IT സെൽ നേരിട്ടാണെങ്കിൽ പിന്നെ BJPയുടെ സർക്കാർ എന്തിനാണ് അതിനെ അടച്ചുപൂട്ടേണ്ടത്? സിംഗപ്പൂരിലെ ഒരു മാധ്യമ സ്ഥാപനം BJP IT സെല്ലിലെ ഒരു ജീവനക്കാരനെ അഭിമുഖം ചെയ്തു. അയാൾ പറയുന്നത് കേട്ടു നോക്കൂ. मेरा नाम अनिल कुमार, मैं BJP IT सेल में काम करता हूँ. एक टीम होती है कमेंट सेक्शन में जो कमेंट करती है, और हमारा मेन काम होता है उस टीम का शायद डिफेम का. वो चीज़ें अपलोड करते हैं, उन्हीं के कमेंट सेक्शन में हम जाके उनको डिफेम करते हैं. ये माफिया सीधा ऊपर से ऑपरेट किया जा रहा है. അനിൽകുമാർ, ഞാൻ BJP IT സെല്ലിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കമന്റ് സെക്ഷനിൽ മാത്രം ഡെഡിക്കേറ്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട്. മറ്റുള്ളവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പണി. പ്രതിപക്ഷം വേറെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ കമന്റ് സെക്ഷനിലുള്ളവർ അവിടെ ചെന്ന് അവരെ അപമാനിച്ചുകൊണ്ട് കമന്റ് ഇടുന്നു. ഈ എന്നാണ് അയാൾ പറഞ്ഞത്. ഈ മാഫിയ ഉന്നതങ്ങളിൽ നിന്ന് നേരിട്ടാണ് അത്ര നിയന്ത്രിക്കപ്പെടുന്നത്. അടുത്തിടെയാണ് വ്യാജ പ്രൊപ്പഗാൻഡ സിനിമയായ കേരള സ്റ്റോറി പുറത്തിറങ്ങിയത്. ഈ സിനിമയിൽ പറയുന്നത് 32,000 ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളെ ISISൽ ചേർന്നുവെന്നാണ്. ഇതിന്റെ പ്രൊപ്പഗാൻഡയെ പൊടിച്ചെളുക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കള്ളം പിടിപ്പിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ അവകാശവാദങ്ങൾക്ക് തെളിവില്ലെന്ന് സിനിമയുണ്ടാക്കിയവർ സ്വയം പറഞ്ഞു. 32,000 പെൺകുട്ടികൾ ഒരു വ്യാജ നമ്പറാണെന്നും അത് 3 പെൺകുട്ടികളായിരുന്നു എന്നതുമാണ് വാസ്തവം. സിനിമയുടെ പ്രൊഡ്യൂസറോട് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഇതൊരു സാങ്കല്പിക ചലച്ചിത്രമാണെന്ന് ഡിസ്ക്ലെയിമർ ഇടാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയം ഈ വ്യാജ പ്രൊപ്പഗാൻഡ തിയറി തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. आतंकी साजिश पर बनी फिल्म ये केरला स्टोरी की इन दिनों काफी चर्चा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞാൻ അല്പം മര്യാദ കാണിക്കാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് നാണം കെടുന്നത് നമ്മളാണ്. പക്ഷെ ഇപ്പോൾ ഈ സിനിമ ദൂരദർശനിലും സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. ഏതൊരു നുണയെയും രാജ്യമൊട്ടാകെ പരത്താനുള്ള BJP IT സെല്ലിന്റെ കഴിവിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. जनता के अंदर पहुंचाने का, चाहे खट्टा हो, चाहे मीठा हो, चाहे सच्चा हो, चाहे झूठा हो, ये काम कर सकते हैं. मगर वो इसलिए हो पाया कि हम 32 लाख WhatsApp का एक ग्रुप बनाकर खड़े थे, तब जाकर इंटरनेट का काम हुआ. അമിത്ഷാ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സന്ദേശം നമുക്ക് ജനങ്ങളിൽ എത്തിക്കാനാകും. അത് കയ്പുള്ളതായാലും ശരി, മധുരമുള്ളതായാലും ശരി, സത്യമായാലും നുണയായാലും നമുക്കത് ചെയ്യാൻ കഴിയും. അത് സാധ്യമായത് നമ്മൾ ജനങ്ങൾക്കായി ഉണ്ടാക്കിയ 3.2 ദശലക്ഷം വാട്സാപ്പ് ഗ്രൂപ്പുകളാണ്. അപ്പോഴാണ് നമുക്ക് ഇതെല്ലാം സാധ്യമായത് എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്വയം ഇത്തരം ചെയ്തികൾ ചെയ്യുമ്പോൾ അവരെന്തിനാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നിർത്തലാക്കുന്നത്? ഈ മാഫിയയെ ആരും തടഞ്ഞില്ല. അതുകൊണ്ട് ഇതൊരു ഭീകര സ്വത്തുമായി മാറിയിരിക്കുകയാണ്. സമയം കളയാതെ ഇതേക്കുറിച്ച് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്ക് പ്രധാനമായും 4 ഡിപ്പാർട്ട്മെന്റുകൾ. ഈ 4 ഡിപ്പാർട്ട്മെന്റുകളും ഹിന്ദുക്കളെ ലക്ഷ്യം വെക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുക അത് എന്തിനാ അങ്ങനെയെന്ന്. അതിനൊരു ലളിതമായ കാരണമുണ്ട്. ഏതെങ്കിലും ഒരു ഏകാധിപതിക്ക്, ഒരു ഡിക്റ്റേറ്റർ ആവണമെങ്കിൽ ആ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് മേൽ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടാകണം. ഭൂരിപക്ഷ ജനതയെ ബ്രെയിൻ വാഷ് ചെയ്യണം. ജർമ്മൻ ഡിക്റ്റേറ്ററായ ഹിറ്റ്ലറുടെ കാര്യമെടുത്താലും അദ്ദേഹം അന്നത്തെ എത്നിക് ജർമ്മൻ ആര്യൻസിനെയാണ് ലക്ഷ്യമിട്ടത്. അന്നവർ ജർമ്മനിയിലെ ഭൂരിപക്ഷ ജനതയായിരുന്നു. ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യാനായി ജൂതന്മാരെ വെച്ച് ഭയത്തിന്റെ ഒരു വ്യാജ അന്തരീക്ഷം സൃഷ്ടിച്ചു. ജൂതന്മാർ രാജ്യത്തിന് വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. എന്നിട്ട് ഭൂരിപക്ഷത്തിനെ പ്രകോപിപ്പിച്ചു. പാകിസ്ഥാനി ഡിക്റ്റേറ്റർ സിയാ ഉൽ ഹക്കിന്റെ ഉദാഹരണം നോക്കൂ. പാകിസ്ഥാനിൽ ഭൂരിപക്ഷ ജനത സുന്നി മുസ്ലിങ്ങളാണ്. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഷിയ മുസ്ലിങ്ങൾക്കും അഹമ്മദി മുസ്ലിങ്ങൾക്കുമെതിരെ അദ്ദേഹം വെറുപ്പ് പടർത്തി. ഭൂരിപക്ഷ ജനത്തെ മതത്തിന്റെ പേരിൽ വഴി
വഴിതെറ്റിച്ച് ബ്രെയിൻ വാഷ് ചെയ്തു. BJPയുടെ പ്രത്യയശാസ്ത്രവുമായി ഒത്തുപോകുന്ന റോൾ മോഡലുകളാണ് സവർക്കറും ഗോൾവാൾക്കറും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവർ രണ്ടുപേരും സ്വയം പ്രഖ്യാപിത ഹിറ്റ്ലർ ഫാൻ ബോയികളാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു. ഇവരുടെ അഭിപ്രായത്തിൽ ഹിന്ദുക്കളും സിഖുകാരും ബുദ്ധമതക്കാരും ജൈനരുമെല്ലാം ഹിന്ദുക്കളായിരുന്നു. അവരിൽ നിന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു. സവർക്കർക്കും ഗോൾവാൾക്കർക്കും മറ്റൊരു അജണ്ടയുണ്ടായിരുന്നു. അവർക്ക് മനുസ്മൃതി വളരെ താല്പര്യമുള്ള സാധനമായിരുന്നു. അതിലെല്ലാം വളരെ ജാതീയമായ ഉള്ളടക്കമാണ് ഉണ്ടായിരുന്നതും. രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഡോക്ടർ BR അംബേദ്കർ പോലും ഈ പുസ്തകം കത്തിച്ചിരുന്നു. ഈ വാട്സാപ്പ് മാഫിയ ഹിന്ദുക്കളെയാണ് ലക്ഷ്യം വെക്കുന്നത്, പ്രത്യേകിച്ച് ഉന്നത ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളെ. ഇനി ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള 4 ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ്, വംശീയമോ മതപരമോ ആയ ആത്മാഭിമാനം സാധാരണ ജനങ്ങളെ വഴിതെറ്റിക്കാനായി തുടക്കം തന്നെ വെറുപ്പുകൊണ്ട് കാര്യമില്ല. ആദ്യത്തെ സന്ദേശങ്ങളെല്ലാം ആത്മാഭിമാനത്തെ അടിസ്ഥാനപ്പെടുത്തി. കാരണം നിങ്ങൾ അവരുടെ വയലയിൽ വീഴണം, നിങ്ങളോട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ വംശത്തിൽ നിങ്ങൾ അഭിമാനമുള്ളവരായിരിക്കണം. നോക്കൂ, നമ്മൾ ഹിന്ദുക്കൾ എത്ര മികച്ചവരാണ്, നമുക്കെല്ലാം അറിയാമായിരുന്നു, നമ്മുടെ ചരിത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം, നമ്മുടെ സംസ്കാരമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സംസ്കാരം എന്ന്. ഡിപ്പാർട്ട്മെന്റ് 2 ഇരവാദവും സ്വയം പരിതപിക്കലുമാണ്. ഒരിക്കൽ നിങ്ങളെ ആത്മാഭിമാനത്തിൽ കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് നിങ്ങളെ ഇരയാക്കുക എന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന സന്ദേശങ്ങൾ നൂറ്റാണ്ടുകളായി നമ്മൾ ഹിന്ദുവിന്റെ മേൽ നടക്കുന്ന അത്യാചാരങ്ങളെ കുറിച്ചായിരിക്കും. നോക്കൂ, നമ്മൾ എത്ര വലിയ ഇരകളാണ്, ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ നമ്മെ ഉയരങ്ങളിലേക്ക് ഉയരാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ഇത് വിശ്വസിച്ചു തുടങ്ങുമ്പോഴേക്കും അടുത്ത ആക്രമണം വരികയാണ് ഡിപ്പാർട്ട്മെന്റ് 3യുടെ വക. നിങ്ങൾ അപകടത്തിലാണ്. നിങ്ങളുടെ മേൽ നൂറ്റാണ്ടുകളായി അക്രമങ്ങൾ നടക്കുക മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഇപ്പോഴും വലിയ അപകടത്തിലാണ്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് അനാവശ്യ സന്ദേശങ്ങളുടെ ഒരു പെരുമഴ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇത് നോക്കൂ, അവർ നിങ്ങളെ കൊല്ലും, അത് നിങ്ങളുടെ വീടുകളിൽ വെച്ച്. ഇത് നോക്ക്, അവിടെ എന്തുണ്ടായി, അവിടെ കുറെ സന്യാസിമാരെ കൊന്നിരിക്കുന്നു, അതൊരിക്കൽ നിങ്ങൾക്കും സംഭവിക്കാം. നിങ്ങളെ പിന്തുടരുന്നവർ ആരാണ്? ഇതൊക്കെ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, അവർ മറ്റു മതത്തിൽ നിന്നുള്ളവരാണ്, ഖലിസ്ഥാനികളാണ്, ആന്റി BJP ആയിട്ടുള്ളവർ ഒക്കെ ഇരയ്ക്കൊപ്പമാണ്. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, ഇടതുപക്ഷം, തുക്ടെ ഗാങ്, ജോർജ് സോറസ്, പാകിസ്ഥാൻ, ചൈന, USA, റഷ്യ, മുഴുവൻ അന്താരാഷ്ട്ര ഏജൻസികളും നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ വലിയൊരു അപകടത്തിലാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ ഭയം നിങ്ങളിൽ നിറയ്ക്കുന്നതോടെ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എത്തുന്നു ഡിപ്പാർട്ട് നമ്പർ 4. മോദിജി കൾട്ട് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ. ആരാണ് നിങ്ങളെ രക്ഷിക്കുക? മോദിജി നിങ്ങളെ രക്ഷിക്കും. മോദിജി ഞങ്ങളുടെ ദൈവവും രക്ഷകനുമാണ്. മോദി ഒരു മനുഷ്യനല്ല, അദ്ദേഹം കൃഷ്ണന്റെയും രാമന്റെയും പുനർജന്മമാണെന്ന് വാട്സാപ്പ് സന്ദേശങ്ങൾ നിങ്ങളെ വിശ്വസിപ്പിക്കും. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ 3ാമത്തെയും 4ാമത്തെയും ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിക്കുന്നത്. അഥവാ ഹിന്ദുവിനെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ BJPക്ക് മാത്രം വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജുകൾ തുടർച്ചയായി വരാൻ തുടങ്ങും. ന്യായീകരണത്തിനായിട്ട് ഇവർ നിരവധി വ്യാജ നരേറ്റീവുകൾ ഉണ്ടാക്കും. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ആ ക്രോണോളജി ഒന്ന് മനസ്സിലാക്കൂ. ഡിപ്പാർട്ട്മെന്റ് 1, നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് മികച്ചതാണ്. ഡിപ്പാർട്ട്മെന്റ് 2, നിങ്ങളുടെ മേൽ നൂറ്റാണ്ടുകളായി അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് 3, നിങ്ങൾ വലിയ അപകടത്തിലാണ്. ഡിപ്പാർട്ട്മെന്റ് 4, മോദിയും BJPയും നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളെ കയറ്റി വിടുന്ന വികാരത്തിന്റെ റോളർ കോസ്റ്റർ എത്ര അപകടം നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യം ആത്മാഭിമാനവും അഹങ്കാരവും, പിന്നെ സ്വയം പരിതപിക്കൽ, ഭയം, വെറുപ്പ്. ഇതിലൊന്നും ആശ്ചര്യപ്പെടാനില്ല. ഇതൊക്കെ കേട്ടാൽ ഒരു സാധാരണക്കാരൻ മാനസികമായി അടിമയായില്ലെങ്കിലേ നിങ്ങൾ അതിശയിക്കേണ്ടതുള്ളൂ. ഇതേ കാര്യങ്ങൾ ഹിറ്റ്ലറുടെ കാലത്തും നടന്നിരുന്നു. അന്ന് വാട്സാപ്പ് ഇല്ലായിരുന്നുവെങ്കിലും പത്രങ്ങൾ, റേഡിയോ, സിനിമ എന്നീ മാധ്യമങ്ങളിലൂടെ ഈ 4 ഡിപ്പാർട്ട്മെന്റുകളും അന്നും പ്രവർത്തിച്ചിരുന്നു. ഈ 4 ഡിപ്പാർട്ട്മെന്റുകളും ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ആദ്യം ഈ ജർമ്മൻ ആര്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ വംശം വളരെ മികച്ചതാണെന്നാണ്, അത് വളരെ ശുദ്ധമാണെന്നാണ്. രണ്ടാമത് എന്താണ് പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര വലിയ ഇരകളാണെന്ന്. നമ്മുടെ സാമ്പത്തിക രംഗം തകർന്നു, നമ്മുടെ രാജ്യം പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, ഇതിനെല്ലാം ഉത്തരവാദികൾ യഹൂദരാണെന്ന് പറഞ്ഞു. നിങ്ങൾ അപകടത്തിലാണ്. ജൂതർ വന്ന് നമ്മുടെ രാജ്യത്തെ അവസാനിപ്പിക്കും, അവർ നമ്മുടെ വീടുകളിൽ കയറി നമ്മളെ കൊല്ലും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ സൂപ്പർ ഹീറോ നമ്മളെ രക്ഷിക്കും. ഹിറ്റ്ലർ ഞങ്ങളുടെ ഭഗവാന്റെ അവതാരമാണ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തി തരും. വാട്സാപ്പിലൂടെ ഇതേപോലെയാണ് ഇപ്പൊ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സാധാരണ വാട്സാപ്പ് ഡോസുകൾ ലഭിക്കും. ഒരു വാട്സാപ്പ് മെസ്സേജ് രാവിലെ വരും, ഒന്ന് വൈകുന്നേരം. ഇത് തുടർച്ചയായി വരാൻ തുടങ്ങും. പിന്നെ ഒരാൾ അടിവസ്ത്രം ഇടാൻ മറന്നാലും, അത് കീറിയാലും, 500 രൂപയുടെ പെട്രോൾ അടിച്ചാലും, 500 രൂപയുടെ സിലിണ്ടർ വാങ്ങിയാലും, തൊഴിലില്ലായ്മയായാലും, മണിപ്പൂരിൽ നിന്ന് കത്തിയാലും, കാട് വെട്ടി നശിപ്പിച്ചാലും, ലഡാക്കിൽ അപകടം ഉണ്ടായാലും, കർഷകർക്ക് താങ്ങുവില ലഭിച്ചില്ലെങ്കിൽ, രാജ്യത്തിന്റെ കടം 20.5 ട്രില്യൺ കടന്നാലും, സർക്കാർ സ്കൂളുകൾ മോശം അവസ്ഥയിലാണെങ്കിൽ ഇതൊന്നും അവരെ ബാധിക്കില്ല. അവർ വളരെ രാഘവത്തോടെ പറയും, എന്ത് സംഭവിച്ചാലും ഞാൻ മോദിക്ക് വോട്ട് തന്നെ ചെയ്യും.
കോൺഗ്രസ് തങ്ങളുടെ മാനിഫെസ്റ്റോയിൽ എത്രയോ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാലും BJP തങ്ങളുടെ പ്രകടന പത്രികയിൽ എത്ര നുണങ്ങൾ അച്ചടിച്ചാലും അവർ വോട്ട് മോദിക്ക് നൽകൂ. എന്തുകൊണ്ടെന്നാൽ ഈ വാട്സാപ്പ് മാഫിയ അവരെ മാനസികമായി അടിമകളാക്കി കഴിഞ്ഞു. അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് മോദി മാത്രമാണ് നിങ്ങളുടെ രക്ഷകൻ എന്നാണ്. പക്ഷെ കാര്യങ്ങളെ ഇനിയും ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ 4 ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ഇനിയും നമ്മൾ ആഴത്തിൽ പഠിക്കണം. ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിൽ ഏത് തരത്തിലുള്ള നുണയാണ് പ്രചരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ നാട്യശാസ്ത്രം ചിട്ടപ്പെടുത്തിയ ഭരതമുനിയെ കുറിച്ച് കേൾക്കില്ല. ജൈൻ സന്യാസിവരനായ ഹേമചന്ദ്രിയെ കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം ഒരു മഹാനായ ഗണിതാചാര്യനും ഭാഷാ പണ്ഡിതനുമായിരുന്നു. ഇന്ത്യൻ ആസ്ട്രോണർ ആര്യഭട്ടനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ പറഞ്ഞ് നിങ്ങൾക്ക് സന്ദേശമൊന്നും ലഭിക്കില്ല. കാരണം അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. ഈ കളിയിൽ സയൻസ് ഉൾപ്പെടുത്തിയാൽ അവർക്ക് പ്രശ്നമാണ്. ചരക സംഹിത എഴുതിയ ഋഷി ചരകനെ കുറിച്ചും അദ്ദേഹത്തിൽ നിന്ന് സ്വായത്തമാക്കേണ്ട മെഡിക്കൽ റിസർച്ച് പരിജ്ഞാനത്തെക്കുറിച്ചും അവർ ഷെയർ ചെയ്യുകയേയില്ല. പറ്റില്ല. എന്താ കാരണം? ഞങ്ങൾക്ക് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ആത്മാഭിമാനമുള്ളവരാക്കണം. അതുകൊണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ ലഭിക്കുക മതം, മിത്തോളജി, രാജാക്കന്മാരുടെ കഥകൾ എന്നിവയാണ്. ഇവിടെയും രാമായണത്തിലെയോ ഭഗവത്ഗീതയിലെയോ പോസിറ്റീവ് കഥകൾ ഉണ്ടാവില്ല. ശ്രീരാമൻ എത്ര വിനയാന്വിതനായിരുന്നു എന്ന് അവർ നിങ്ങളെ പഠിപ്പിക്കില്ല. അഹങ്കാരത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പഠിപ്പിക്കില്ല. അവിടെ ആത്മാഭിമാനം, സ്വാഭിമാനം, ആത്മാഭിമാനം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ വെറും അഹങ്കാരം, ആത്മവിശ്വാസം അതാണ് നിങ്ങളെ ഉണർത്തുന്നത്. ഇതിനായി നിങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. വേദങ്ങളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അവർ സമർത്ഥിക്കും. കൊറോണ വൈറസിന് വരെ പ്രതിവിധിയുണ്ടെന്ന് അവർ നിങ്ങളോട് പറയും. ക്യാൻസറിനുള്ള പരിഹാരം വേദങ്ങളിലുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പേ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ഉണ്ടായി എന്ന് അവകാശപ്പെടും. ഇതെല്ലാം നമ്മുടെ വേദങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇത് തെളിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മെസ്സേജുകൾ വരിക. ഈ യൂണിവേഴ്സിറ്റി ഏതാണെന്നോ ഗവേഷകൻ ആരാണെന്നോ ഇതിനൊക്കെ തെളിവ് എവിടെയെന്നൊന്നും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലരുത്. ചോദിച്ചാൽ നിങ്ങൾ ഉടനെ ഹിന്ദു വിരുദ്ധനാവും. സയൻസ് ഈസ് ഡോപ്പ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഈ സ്യൂഡോ സയന്റിഫിക് അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കുന്നത് കാണാം. അവർ ഇതിലെ കള്ളത്തരങ്ങളെയും പൊളിച്ചെടുക്കും. പക്ഷെ അത്തരത്തിൽ കള്ളം കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. കാരണം ഈ വാട്സാപ്പ് മാഫിയ നിങ്ങളെയും ആന്റി ഹിന്ദു എന്ന് മുദ്രകുത്തും. ബാബാരാം തന്റെ ഉൽപ്പന്നമായ കോർണിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കളെ വിഡ്ഢികളാക്കുകയായിരുന്നു. 3 दिन के अंदर 69% रोगी नेगेटिव हो जाएं, 7 दिन के अंदर 100% रोगी नेगेटिव हो गए. ये बहुत बड़ी बात. ഇപ്പൊ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തേനിൽ ചൈനീസ് സിറപ്പ് ചേർത്തിട്ടുണ്ടെന്നാണ്. തെറ്റായ പരസ്യങ്ങളാണ് അവർ നൽകുന്നത്. കാരണം അവർ BJPക്കൊപ്പമാണ്. അവർക്ക് ജനങ്ങളിൽ ആത്മാഭിമാനം ഉണർത്തണം. അതുകൊണ്ട് അയാളെ അങ്ങനെ വെറുതെ വിടുന്നു. പക്ഷെ ഒരു അറിവുള്ള ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ എബി ഫിലിപ്പ്, ലിവർ ഡോക്ടർ, പരീക്ഷണത്തിന്റെയും ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ ഇതിനെ പൊളിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തെ ആന്റി ഹിന്ദു എന്ന് വിളിച്ച് ആക്ഷേപിക്കും. ഇതുപോലെ അനവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. Somebody who reads a book and talks that is plagiarism. I read no book. If somebody says this is not what is in a book, I will say please correct the book. I have not read the Gita, so I really have not. My own vision has never failed me. So I always kept away from all scriptures because I didn't want to clutter myself with something or the other. ജഗ്ഗി വാസുദേവ് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം, താൻ ഒരു ഹിന്ദു വേദപുസ്തകങ്ങളും വായിച്ചിട്ടില്ലെന്നാണ്. അദ്ദേഹം സ്വയം പറയുന്നു ഒരു ആത്മീയ പുസ്തകങ്ങൾ വായിക്കേണ്ട കാര്യവുമില്ലെന്ന്. അദ്ദേഹം BJPയുടെ പ്രിയപ്പെട്ട ഹിന്ദു ഗുരുവാണ്. അതേസമയം ആചാര്യ പ്രശാന്ത് അദ്ദേഹം എല്ലാ വേദങ്ങളും വായിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ മൂല്യം പഠിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തെയും ആന്റി ഹിന്ദു എന്ന് വിളിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പൊ നടക്കുന്നു. കാരണം അദ്ദേഹം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ നിരന്തരം ചോദ്യം ചെയ്യുന്നു. एरोस्पेस टेक्नोलॉजी, इलेक्ट्रोस्टैटिक्स, थर्मोडायनामिक्स वो सब खोज के निकाल लाते हैं. ये देखो ये रहा, ये अपमान है. मिलता कहाँ से इनको ये सब? कल्पना से मिलता और कहाँ से मिलता है? നിങ്ങൾ യൂട്യൂബേഴ്സിന്റെ കാര്യം എടുക്കൂ. ഒരു യൂട്യൂബർ ഉണ്ട്, സ്ത്രീകളെ നിരന്തരം തെറി വിളിക്കുന്ന ബെറ്റിംഗ് ഗാംബ്ലിംഗ് സൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, ഹിന്ദുക്കളെ വഴിതെറ്റിക്കുന്ന, പക്ഷെ തന്റെ ബാക്ക് സ്ക്രീനിൽ എപ്പോഴും ജയ് ശ്രീറാം എന്ന് എഴുതി വെക്കും. ഇയാൾ വാട്സാപ്പ് മാഫിയയ്ക്ക് പറ്റിയ ആളാണ്. കാരണം അവരുടെ അജണ്ട ഇയാൾ വൃത്തിയായി മുന്നോട്ട് കൊണ്ടിരിക്കുന്നു. അഥവാ ഞാൻ രാമായണത്തിൽ നിന്നുള്ള പാഠങ്ങളെ കുറിച്ച് 2 വിശദമായ വീഡിയോ ഇട്ടാൽ, ഭഗവത്ഗീതയെ കുറിച്ചുള്ള സന്ദേശം വായിച്ചാൽ ഇവർ എന്നെ ആന്റി ഹിന്ദു എന്ന് വിളിച്ച് ഉടനെ ആക്ഷേപിക്കും. കാരണം ഞാൻ ഇവരെ പോലെ കള്ളം പറയാറില്ല. ഞാൻ ഇവിടെ നിങ്ങൾക്ക് യാതൊരു ആത്മാഭിമാനവും തരുന്നില്ല. ജനങ്ങൾ തങ്ങളുടെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഈ 1ാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ്. കഥകൾ ഇങ്ങനെയാണ്. ഹോമാഗ്നിയിൽ നിന്ന് ടൺ കണക്കിന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാം. അത് അന്തരീക്ഷത്തെ വൃത്തിയാക്കുന്നു. ഗോദി മീഡിയയുടെ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം വരുന്നു. 10 ഗ്രാം പശുനെയ്യിൽ നിന്ന് 1 ടൺ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാമെന്ന അവകാശവാദമായിരുന്നു ആ പ്രോഗ്രാമിന്റെ കണ്ടന്റ്. इटली के प्रसिद्ध वैज्ञानिक प्रोफेसर G.E. बिगेड ने गोबर के अनेक प्रयोगों द्वारा सिद्ध किया 1 तोला घी से यज्ञ करने पर 1 टन ऑक्सीजन बनता है. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജ്വലനം ഓക്സിജൻ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതെന്ന്. പാതി കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് റിലീസ് ആകുന്നത് എങ്ങനെയെന്നും നമുക്കറിയാം. പക്ഷെ
എപ്പോഴും ഒരേ കാര്യം തന്നെ പറയുമ്പോൾ ജനം അവരുടെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. ജനത്തിനോട് പറയും ഹിന്ദു മതത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഒരു ചോദ്യവും തിരിച്ച് ചോദിക്കാൻ പറ്റില്ല, പറയുന്നത് അപ്പടി വിശ്വസിക്കണമെന്ന്. അവർ പരത്തിയൊരു നുണ നോക്കൂ. The latest in that list is Pragya Thakur, who has said that drinking cow urine can cure lung infection. സത്യം എന്താണെന്ന് വെച്ചാൽ ആരും ഈ സ്ക്രിപ്റ്റുകളൊന്നും വായിച്ചിട്ടേ ഇല്ലെന്നാണ്. വേദം വായിക്കണമെങ്കിൽ ആണല്ലോ ഹോമം ഓക്സിജൻ പുറത്തു വിടുന്നുണ്ടോ, പശു ഓക്സിജൻ തരുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു തെളിവ് ലഭിക്കാനേ പോകുന്നില്ല. ഋഗ്വേദത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ഹോമത്തിന്റെ അർത്ഥത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് അഗ്നിദേവനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. പിന്നെ ഞാൻ ഹോമത്തിനെതിരല്ല കേട്ടോ, എന്റെ വിവാഹത്തിൽ ഞാൻ ഹോമമൊക്കെ നടത്തിയിട്ടുണ്ട്. ആളുകളെ വഴിതെറ്റിക്കാനും അവരുടെ മൈൻഡുകളെ മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യാനും വേണ്ടി BJPയുടെ IT സെൽ പുറത്തുവിടുന്ന വാട്സാപ്പ് മാഫിയയുടെ നുണക്കെതിരാണ് ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ യുക്തിസഹജമായ സയന്റിഫിക് റീസണിംഗ് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ്. കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇവരുടെ വലയിൽ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിരവധി സ്ത്രീകൾ കാലിന്റെ വിരലിൽ മോതിരം അണിയാറുണ്ട്. കാരണം അത് നമ്മുടെ സാംസ്കാരിക പൈതൃകമാണ്. ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെ മോതിരം അണിയുന്ന സ്ത്രീകളെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. ഇതൊരു സിമ്പിൾ വിശദീകരണമാണ്. ഇതിലെവിടെയാണ് ആത്മാഭിമാനം? അപ്പൊ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? അവർ ഇതിൽ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങളോട് വിവരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ കാതിലിൽ മോതിരം അണിയുന്നതിന്റെ ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ സംസാരിച്ചു തുടങ്ങും. ദൈനിക് ജാഗരൺ മുതൽ യൂട്യൂബ് ചാനൽ വരെ ഉള്ള ഇന്ത്യ ടുഡേയിൽ ജഗ്ഗി വാസുദേവ് എല്ലാ ദിവസവും കാരണങ്ങൾ പറയുന്നു. എല്ലാവരുടെയും ഉദ്ദേശം എന്നാണ് നിങ്ങളുടെയുള്ള ആത്മാഭിമാനത്തിന്റെ വികാരം ഉണ്ടാക്കുക. ഇതിലൊരു യുക്തിസഹമായ ചരിത്രപരമായ വിശദീകരണം കൊണ്ടുവന്നാൽ ആ ആത്മാഭിമാന മൊമെന്റ് ഉണ്ടാക്കാനാവില്ല. ജഗ്ഗി വാസുദേവ് അനുപം ഖേറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മെറ്റൽ ഘടിപ്പിച്ച ഭാഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടക്കാനാവില്ലെന്നാണ്. अगर आपके शरीर में कुछ विशेष जगहों पर मेटल हो तो आप गलती से शरीर नहीं छोड़ेंगे. कोई सेंस है इस बात? കൂടുതൽ വാട്സാപ്പ് മെസ്സേജുകൾ നിങ്ങൾക്ക് വായിച്ചു തരാം. നമ്മുടെ കാലിലെ രണ്ടാമത്തെ വിരലിൽ നിന്ന് ഒരു നേർവ് ഹൃദയത്തിലേക്ക് പോകുന്നു. അത് യൂട്രസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദൈനിക് ജാഗരൺ എഴുതിയത് ഇത് സ്ത്രീകളിലെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നുവെന്നാണ്. സിന്ദഗി.com എഴുതിയിരിക്കുന്നത് ഇതുകൊണ്ട് ഗർഭാശയ സംബന്ധിയായ ഹൃദയ സംബന്ധിയായ അസുഖങ്ങൾ കുറയുന്നുവെന്നാണ്. ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ പത്രങ്ങൾ എഴുതി വെക്കുന്നത്. പക്ഷെ എന്ത് ശാസ്ത്രീയ തെളിവ്? ഇന്ത്യ ടുഡേ എഴുതിയത് നോക്കൂ. യൂട്രസിലെ രക്തസമ്മർദ്ദം എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കുന്നുവെന്ന്, കൂടാതെ മെൻസ്ട്രൽ സൈക്കിൾ നിയന്ത്രണത്തിലാകുന്നുവെന്ന്. തങ്ങളുടെ ഹെഡ്ലൈനിൽ എഴുതുന്നത് വേദങ്ങളിൽ നിന്നുള്ള ഗുണങ്ങൾ എന്നാണ്. ഇന്ത്യ ടുഡേയിൽ ജോലി ചെയ്യുന്നവർ പറയൂ, ഏത് വേദത്തിൽ ഏത് ശ്ലോകത്തിലാണ് ഇതൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾക്ക് എവിടെ നിന്നും ഒരു തെളിവും ലഭിക്കില്ല. എവിടെയും ഇതൊന്നും എഴുതപ്പെട്ടിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അറിയാം ഹൃദയത്തിലെ ഞരമ്പുകൾ നമ്മുടെ ദേഹമാസകലം വ്യാപിച്ചു കിടക്കുകയാണെന്ന്. 2ാം കാൽവിരലിലെ ഞരമ്പ് നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സെൻസുമില്ല. പക്ഷെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഇരകളാകുന്ന ജനങ്ങൾ പക്ഷെ ഇത്രയും പഠിച്ചവരായിരിക്കണം എന്ന് നിർബന്ധമില്ല. ചിലർ പഠിച്ച പരീക്ഷ പാസ്സായവരായിരിക്കാം, പക്ഷെ തന്റെ അറിവ് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അവരും വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവരെ പോലെ തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇനി വാട്സാപ്പിലെ മറ്റൊരു അവകാശവാദം, തിലകം തൊടുന്നത് കൊണ്ട് നമ്മുടെ നെറ്റിയിലെ ട്രൈബിഗ്നമിനൽ ഞരമ്പ് ഉത്തേജിപ്പിക്കപ്പെടുന്നു, നമ്മുടെ സൈനസ് ക്ലിയർ ആവുന്നു. ഈ വാക്കൊക്കെ കൊണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ആളുകളെ വിഡ്ഢികളാക്കാൻ പറ്റും. പക്ഷേ ഈ ഞരമ്പിന്റെ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാകും അതിന്റെ അവസാനം നമ്മുടെ നെറ്റിയിലല്ല, മറിച്ച് പുരികത്തിന്റെ മേലെയും കവിളിലും താടിയിലുമാണുള്ളതെന്നാണ് സയൻസ്. ഈ പോയിന്റുകളിൽ അമർത്തുന്നത് കൊണ്ട് സൈനസ് ക്ലിയർ ആവില്ല, മറിച്ച് ഇത് വളരെ നോൺസെൻസ് ആയ കാര്യമാണ്. യഥാർത്ഥത്തിൽ തിലകം തൊടുന്നത് നമ്മുടെ മതപരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഉദർ പുൻഡ്ര തിലകത്തെ കുറിച്ച് വസുദേവ് ഉപനിഷത്തിൽ പറയുന്നത് ഈ 3 വരികൾ ത്രിമൂർത്തികളെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവരെ ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ 3 യാഥാർത്ഥ്യങ്ങൾ മായ, ബ്രഹ്മ, ആത്മ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇതൊരു ആത്മീയ കാര്യമാണ്, പരമ്പരാഗതമായ കാര്യമാണ്. അഥവാ നിങ്ങൾ വാട്സാപ്പിന്റെ സ്യൂഡോ സയന്റിഫിക് നോൺസെൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് സത്യമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുമായിരുന്നു. ശരിയായ കാര്യത്തെ നിങ്ങൾ അവഗണിക്കുമായിരുന്നു. ആന്റി ഹിന്ദു ഞാനല്ല, ഈ വാട്സാപ്പ് മാഫിയയാണ് യഥാർത്ഥ ആന്റി ഹിന്ദു. ഇത്രയും നുണക്കഥകൾ പറഞ്ഞ് അവർ മുഴുവൻ ഹിന്ദുക്കളെയും വട്ടം കറക്കുകയാണ്. അവർ വാട്സാപ്പിൽ സയൻസിനെ കുറിച്ച് നിറയെ സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ സർക്കാരിന്റെ ഗവേഷണ ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടോ? എല്ലാ വർഷം നമ്മുടെ ശാസ്ത്ര കുതുകികളും ശാസ്ത്രജ്ഞന്മാരും ചോദിക്കും ഇത്രയും കുറവ് നീക്കിയിരിപ്പ് എന്താണെന്ന്. 2021 ഇസ്രായേൽ ഗവേഷണത്തിനും വികസനത്തിനും 5.55% GDP-യിൽ നീക്കിവെച്ചത്. സൗത്ത് കൊറിയ 4.93. പക്ഷെ ഇന്ത്യ വെറും 0.65%. വാട്സാപ്പ് മാഫിയയുടെ കൈകളിൽ പെട്ടുകിടക്കുന്നവർ ഒരിക്കലും പറയില്ല നമുക്ക് ഗവേഷണത്തിന് വേണ്ടി കൂടുതൽ ഫണ്ട് വേണമെന്ന്. ഇന്ത്യ കൂടുതൽ ചെലവഴിക്കുകയാണെങ്കിൽ രാജ്യത്ത് ശാസ്ത്ര പുരോഗതി ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകും. പക്ഷെ അത് നടക്കില്ല. കാരണം അവർ നേരത്തെ തന്നെ വലിയ ആത്മാഭിമാനികളാണ്. പണ്ട് ഇതെല്ലാം വെറും ഫോർമാലിറ്റികളായിരുന്നു. മോനെ നന്നായി പഠിച്ച് വളരണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് നിന്നിൽ അഭിമാനം തോന്നാൻ. പക്ഷെ ഇന്ന് ആളുകൾക്ക് ആ നീണ്ട പ്രോസസ് മടുത്തു.
അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ്? ഇപ്പൊ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ 2 സന്ദേശം വന്നാൽ നമ്മൾ അതിൽ അഭിമാനിക്കും, വായിക്കും. ഇവിടെ മോൻ അഭിമാനിക്കുന്നു, പിതാവും അഭിമാനിക്കുന്നു. അതിലൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, തലച്ചോറ് ഉപയോഗിക്കരുത്, ചോദ്യം ചോദിക്കരുത്, ഒന്നും വെരിഫൈ ചെയ്യരുത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ആത്മാഭിമാനം. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി, കൂടുതൽ വീഡിയോകളുമായി വേഗം തന്നെ വരൂ. നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ പൊളിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്രുവ് തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും താങ്ക് യു. ധ്രുവ് പറയുന്നതിന്റെ ഒക്കെ ആകത്തുക എന്ന് പറയുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ പൊളിച്ചെടുക്കാൻ, ഈ മാഫിയെ തകർക്കാൻ നമ്മൾ എങ്ങനെയാണ് പൊരുതേണ്ടത് എന്നാണ്. അപ്പൊ നമ്മളത് ചെയ്യണം. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ വോട്ട് സൂക്ഷിച്ച് ചെയ്യുക. താങ്ക് യു.